ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, ഐ ആം ലക്ഷ്മി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് സുഡിയോ ഷോപ്പിംഗ് വ്ളോഗ് വീഡിയോയാണ്. ഈ സുഡിയോയിലാണ് ഞാൻ പോയത്. ഇത് കോട്ടയം തെള്ളകത്തുള്ള സുഡിയോ ആണ്. ഫ്യൂ മന്ത്സേ ആയിട്ടുള്ളൂ ഇത് ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചെന്ന ടൈമിലാണെങ്കിലും നല്ല തിരക്കായിരുന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ചെന്നത്. ആ സമയത്ത് തന്നെ നല്ല ആൾ ഉണ്ടായിരുന്നു സുഡിയോയിൽ. പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. സെയിലായിട്ടും അല്ലാണ്ടും കളക്ഷൻസ് ഉണ്ടായിരുന്നു. കൂടുതലും ഞാൻ നോക്കിയിട്ട് ഡ്രസ് കളക്ഷൻസ് ആണ്. എത്നിക് വെയേഴ്സ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ക്രോപ്പ് ടോപ്സ് ഇടുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ മിഡി ഡ്രസ്സ് അല്ലെങ്കിൽ സ്പെഗറ്റി സ്ലീവ്സിൻ്റെ ഒക്കെ ഡ്രസ്സസ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ ഐറ്റംസ് സെയിലുണ്ട്. ഇവിടെ ഉള്ളതൊക്കെ സെയിലുള്ള ഐറ്റംസിൽ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് മറ്റേ മെഷ് ടൈപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഡ്രസ്സായിരുന്നു. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. ഈ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. അതിന് ഏതാണ്ട് 699 ആയിരുന്നു റേറ്റ് വരുന്നത്. നല്ല വലിയൊരു ഷോറൂം തന്നെയായിരുന്നു ഇത്. ഇതിൽ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ലേഡീസിൻ്റെ ഐറ്റംസ് ആയിരുന്നു. ചെരുപ്പുകൾ ഉണ്ടായിരുന്നു, അതുപോലെ ഡ്രസ്സസ്, പിന്നെന്താ പറയുക കോട്ട് സെറ്റ്സ്, പിന്നെ ബ്യൂട്ടി ഐറ്റംസ്, ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കണ്ടോ സാൻഡൽസ് നല്ല 299 399 ഷൂസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ എവിടെയാണ് ലിപ് ഗ്ലോസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നത്. 199 ഒക്കെ ലിപ് ഗ്ലോസ് ഉണ്ടായിരുന്നു. ലിപ്സ്റ്റിക്കിൻ്റെ ആണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ന്യൂഡ് ഷെയ്ഡ്സ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും പിന്നെ അണ്ടർവെയേഴ്സിൻ്റെ ആണെങ്കിലും ബ്രാസ്, അതുപോലെ സീംലെസ് പാൻറ്റീസ്, അതിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതും നല്ല അഫോർഡബിൾ റേഞ്ചിലുമായിരുന്നു. 299 399 ഒക്കെ ഇതിന് പ്രൈസ് വരുന്നുള്ളായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമോ ഈ സെക്ഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോം വെയേഴ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു, നൈറ്റ് സ്യൂട്ട്സൊക്കെ. പിന്നെ ഈ കോട്ട് സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് നമ്മൾ സെപ്പറേറ്റ് ആണ് വാങ്ങിക്കേണ്ടത്. അവരവിടെ നമുക്ക് സെറ്റായിട്ട് കാണാൻ സാധിക്കും, പക്ഷേങ്കിൽ അതിന് സെപ്പറേറ്റ് ആണ് പ്രൈസ് വരുന്നത്. ഇവിടെ ഉള്ളതെല്ലാം 599 ഇതുപോലത്തെ കോട്ട് സെറ്റ്സ്, അതായത് ഹോം വെയേഴ്സ് ആയിരുന്നു. ഷോർട്ട്സും ടീഷർട്ടുമായിട്ടുള്ളത് 599 ആയിരുന്നു ഇതിനൊക്കെ റേറ്റ് വന്നിരുന്നത്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ എനിക്ക് പറ്റിയ സൈസ് അവൈലബിൾ അല്ലായിരുന്നു. സ്മോൾ, എക്സ്ട്രാ സ്മോൾ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കോട്ട് സെറ്റും അടിപൊളിയായിരുന്നു. ഇതിന് 499 ആയിരുന്നു ആ ടോപ്പ് വന്നിരുന്നത്. 699 ആണ് പാൻസിനും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലത്തെ ക്രോപ്പ് ടോപ്സൊക്കെ സെയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 199 299 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോളേജ് ഗേൾസ് അല്ലെങ്കിൽ സ്കൂൾ ഗേൾസിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സെക്ഷനാണ്. പിന്നെ അതുപോലെ ഇങ്ങനെ എന്താ പറയുക കട്ട് വരുന്ന ടൈപ്പ് ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും എൻ്റെ പ്രിഫറൻസിൽ വരാഞ്ഞുകൊണ്ട് ഞാനത് മുകളിൽ കണ്ട ഈ കാണുന്ന ക്രോപ്പ് ടോപ്സിനെല്ലാം തന്നെ 299 199 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന സെക്ഷൻ ഫുള്ള് സെയിലുള്ള സെക്ഷനായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക ഈ സ്പെഗറ്റി സ്ലീവ്സ് വരുന്ന ഡ്രസ്സസ്, മിഡി ഡ്രസ്സസ്, പിന്നെന്താ പറയുക ക്രോപ്പ് ടോപ്സ്, ഈവൻ ഈ ടീഷർട്ടൊക്കെ 199 റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതെൻ്റെ സൈസ് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. കണ്ടോ 199 ആയിരുന്നു ആ സെക്ഷനിലുള്ള എല്ലാ ഐറ്റംസിനും. ഇത് 299 ടീഷർട്ട്സ് ആയിരുന്നു. ഇത് ജെൻസിൻ്റെ സെക്ഷനിൽ വരുന്നതാണ്. ജെൻസിൻ്റെ സെക്ഷൻ എന്താ പറയുക ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയത് ജെൻസിൻ്റെ കളക്ഷൻ കുറവാണ്. ഫുട്വെയർസിൻ്റെ കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഷർട്ട്, ടീഷർട്ട്, പാൻസ്, ജീൻസൊക്കെ ഭയങ്കര കുറവായിട്ട് തോന്നി.
ഈ ഷൂസ് സ്ലൈഡൊക്കെ റേറ്റ് വരുന്നത് 399 മാത്രമായിരുന്നു. പിന്നെ ഇവിടെ തന്നെയാണ് കിഡ്സിൻ്റെ സെക്ഷൻ വരുന്നത്. കിഡ്സിൻ്റെ സെക്ഷനിലും കളക്ഷൻസ് കുറവായിരുന്നു. കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ പാൻസ് ജീൻസൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ സെക്ഷനിൽ വരുന്ന ഷർട്ടിൻ്റെ ഒക്കെ റേറ്റ് വന്നിരുന്നത് 699 ഒക്കെയാണ്. രണ്ട് ഡ്രസ്സ് ഞാൻ എൻ്റെ വാവയ്ക്ക് ഓർഡർ ചെയ്തതായിരുന്നു. ഇത് സെറ്റായിട്ട് തന്നെ വരുന്നതായിരുന്നു. രണ്ടിനും 399 ആയിരുന്നു റേറ്റ് വന്നിരുന്നത്. പിന്നെ ഫുട്വെയറിൻ്റെ ലേഡീസിൻ്റെ ഫുട്വെയർ കളക്ഷൻ അതും അടിപൊളിയാണ്. സ്ലൈഡ്സൊക്കെ ഇഷ്ടം പടിയുണ്ട്. ഇപ്പം ഞാൻ ഈ ട്രൈ ചെയ്ത് നോക്കുന്നത് 299 റേറ്റ് വരുന്നതാണ്. അത് കൂടാണ്ട് ഷൂസ് ഉണ്ട്, അല്ലാണ്ട് നോർമൽ ഫ്ലാറ്റ്സ് ഉണ്ട്, സാൻഡൽസ് ഉണ്ട്. അങ്ങനെ നല്ല കളക്ഷൻ ഉള്ളൊരു ഷോറൂമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വാങ്ങിച്ച ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഹോൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക. പിന്നെ മറക്കണ്ട, എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം താഴെ കമൻറ്റും ചെയ്യുക. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം ലക്ഷ്മി. താങ്ക്സ് ഫോർ വാച്ചിങ്.